ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിച്ചതല്ല, ആവിയിൽ വേവിച്ചെടുത്തതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് ഇഷ്ടപ്പെടും. ഒരു ട്രഡീഷണൽ ടേസ്റ്റാണ് ഈ സ്നാക്കിന്. വീഡിയോ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യും കൂടി വേണം. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം ആവശ്യമാണ്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 4 പീസാക്കിയിട്ട് മുറിച്ചെടുത്തതാണിത്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 പിടി കിസ്മിസ് ഇട്ട് കൊടുക്കാം, ഉണക്കമുന്തിരി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. കാഷ്യൂസോ ബദാമോ ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് കോരി മാറ്റാം. ഇനി സെയിം പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ അളവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലൊരു മണവാട്ടം വരുന്നത് നേന്ത്രപ്പഴം നെയ്യിൽ വറുത്തെടുക്കുമ്പം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നേന്ത്രപ്പഴത്തിൽ പഞ്ചസാര ഇട്ട് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയില ആ വെള്ളമൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തേങ്ങയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോഴേക്കും ഒരു മിക്സി ജാറിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 1 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർക്കാം. ഇനി കുറയ്ക്കണമെങ്കിൽ അങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്കയും കൂടി ഇട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളമായി പോകരുത്, നല്ല തിക്കായിട്ട് ഇതുപോലെ തന്നെ കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ശരിയായി വരത്തുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആവശ്യം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്ന പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ഇട്ട് കൊടുക്കാം. പഴമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നതുകൊണ്ട് തന്നെ ഈ മാവിൽ മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ചൊക്കെ ഒന്ന് ഉടഞ്ഞു വരും. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴമൊക്കെ കുറച്ച് കടിക്കാനും കിട്ടും, കുറച്ച് നന്നായിട്ട് ആ മാവിൽ മിക്സ് ആയിട്ടും ഉണ്ട്. ഇനി ഇതൊരു സ്റ്റീൽ പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു വാഴയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ ആവിയിൽ വേകുമ്പോൾ ആ വാഴയിലയുടെ ഒരു മണവും നെയ്യുടെ ആ ടേസ്റ്റും ഒക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ. നെയ്യ് വേണമെങ്കിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, പക്ഷെ തേച്ച് കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ ബാറ്റർ ഇട്ട് കൊടുക്കാം. നല്ല തിക്ക് ബാറ്ററാണ്, പക്ഷെ ഇത് വെന്ത് വരുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ടേസ്റ്റിയാണ്. ഇനി ഒരു സ്പൂൺ ജസ്റ്റ് ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ സ്പ്രെഡായി കിട്ടും. ഇനി കൈകൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ ഒരു അരമണിക്കൂർ വേവിക്കണം. എന്തായാലും നല്ലപോലെ വേവിക്കണം. അരമണിക്കൂറെങ്കിലും വേവിച്ചിരിക്കണം. അപ്പോൾ ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ചൂടാറുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ആ വാഴയിലൊക്കെ മണമുണ്ടല്ലോ, അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റ് ആട്ടോ, വെറുതെ പറയുന്നതല്ല. എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഐറ്റംസ് എല്ലാം എല്ലാവരുടെ വീട്ടിലും കാണുന്നതാണ്. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാം. സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്ക് ഇതൊക്കെ കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പം റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ് എനിക്ക് അയക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.